ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. ആരൊക്കെയാണ് ആർട്ടിക്കിൾ 3 ഡയറക്ടേഴ്സ്? സെക്ഷൻ 1 നമ്പർ സെക്ഷൻ 1 election. The use of the term entire board herein they refer to the total number of directors entitled to vote that the corporation would have if there were no vacancies. There is no vacancies. The business and affairs of the corporation shall be managed and controlled by a board of directors of 9 directors. At least 4 directors shall be member of the corporations, at least 2 of whom shall be Class B trustees of the General Service Board as defined in the bylaws of the General Service Board. The directors shall be elected for a term of 1 year at the annual meetings of the members and shall serve for the term for which they have been elected and until their successors shall have been duly chosen and qualified, except as hereinafter otherwise provided for filling vacancies. Directors shall be chosen by ballot at such meetings by a majority of the members voting in person. No person who is not a member of the corporation other than the president of the corporation shall be elected to more than 4 consecutive full terms as a director of the corporation, and if not a member of the corporation or the president of the corporation, such a person shall be ineligible for further service as a director. Anything contained in this section 1 to the contrary not withstanding, the board of directors by a vote of at least for 4/3 of the total board may remove a director of 4 years, and the members of the corporation by similar 4/3 vote of the entire membership may remove a director with or without a cause. അപ്പോൾ ആർട്ടിക്കിൾ 3 പറയുന്നത് ഡയറക്ടർമാരെ കുറിച്ചാണ്. അതിന്റെ ഒന്നാമത്തെ വിഭാഗം ഡയറക്ടേഴ്സ്. ഡയറക്ടർമാരുടെ എണ്ണവും തെരഞ്ഞെടുപ്പും. നമ്പർ ആൻഡ് എലക്ഷൻ. എത്ര എണ്ണം ഉണ്ടാവണം, തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന്. ഈ ബൈലോകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ബോർഡ്, എൻറ്റയർ ബോർഡ് എന്ന പദം മുഴുവുകളില്ലാതിരുന്നാൽ കോർപ്പറേഷനിൽ വോട്ടവകാശമുള്ള ഡയറക്ടർമാരുടെ ആകെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കോർപ്പറേഷന്റെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുന്നത് 9 ഡയറക്ടർമാരടങ്ങുന്ന ഡയറക്ടർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുഖേനയാണ്. ഈ 9 ഡയറക്ടർമാരിൽ കുറഞ്ഞത് 4 പേർ കോർപ്പറേഷന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ മെമ്പർമാരായിരിക്കണം. ആ 4-ൽ കുറഞ്ഞത് 2 പേർ ജനറൽ സർവീസ് ബോർഡിന്റെ ബൈലോകളിൽ നിർവചിച്ചിരിക്കുന്ന ക്ലാസ് ബി ട്രസ്റ്റിമാരായിരിക്കണം. ഇപ്പൊ 4 പേര് ഡയറക്ടർമാരുണ്ടാവണം. അതിനകത്ത് 2 പേര് ബൈലോകളിൽ നിർവഹിച്ചിരിക്കുന്ന ക്ലാസ് ബി ട്രസ്റ്റിമാരായിരിക്കണം. ഡയറക്ടർമാരെ 1 വർഷത്തെ കാലാവധിക്കായി അംഗങ്ങളുടെ വാർഷിക യോഗത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കണം. അവർ തിരഞ്ഞെടുക്കപ്പെട്ട കാലാവധി പൂർത്തിയാകുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ പകരക്കാരെ നിയമപരമായി തിരഞ്ഞെടുക്കുകയും യോഗ്യത നേടുകയും ചെയ്യുന്നതുവരെ പദവിയിൽ തുടരും. എന്നാൽ ഒഴിവുകൾ നികത്തുന്നതിനുള്ള വ്യത്യസ്ത വ്യവസ്ഥകൾക്ക് ഇത് വിധേയമായിരിക്കും. ഡയറക്ടർമാരെ വാർഷിക യോഗത്തിൽ ബാലറ്റ് വോട്ടിലൂടെ തെരഞ്ഞെടുക്കണം. യോഗത്തിൽ നേരിട്ട് ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ വോട്ടോടെ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടും. ഡയറക്ടർമാരെ വാർഷിക യോഗത്തിൽ ബാലറ്റ് വോട്ടിലൂടെ തെരഞ്ഞെടുക്കണം. യോഗത്തിൽ നേരിട്ട് ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ വോട്ടോടെയാണ് അവരെ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. കോർപ്പറേഷന്റെ അംഗമല്ലാത്ത ഒരാളെയും കോർപ്പറേഷന്റെ പ്രസിഡന്റിനെ ഒഴികെ തുടർച്ചയായി 4 പൂർണ്ണ കാലാവധി അതിലധികം ഡയറക്ടറായി തിരഞ്ഞെടുക്കാൻ പാടില്ല. കൂടാതെ അത്തരം വ്യക്തി കോർപ്പറേഷന്റെ അംഗമോ പ്രസിഡന്റോ അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവൾക്ക് പിന്നീട് ഡയറക്ടറായി തുടരാനുള്ള അർഹത ഉണ്ടാകുകയില്ല. ഡയറക്ടറെ നീക്കം ചെയ്യൽ, റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഈ വകുപ്പിലെ മറ്റു വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിലും ഡയറക്ടർ ബോർഡിന്റെ ആകെ അംഗങ്ങളിൽ കുറഞ്ഞത് 4/3 75% ഭൂരിപക്ഷ വോട്ടോടെ ഒരു ഡയറക്ടറെ കാരണമുണ്ടെങ്കിൽ ഫോർ കോസ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. അതുപോലെ കോർപ്പറേഷന്റെ മുഴുവൻ അംഗങ്ങളിൽ 4/3 അല്ലെങ്കിൽ 75% ഭൂരിപക്ഷ വോട്ടോടെ ഒരു ഡയറക്ടറെ കാരണമുണ്ടായാലും ഇല്ലായാലും വിത്ത് ഓർ വിത്തൗട്ട് കോസ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാം. ഈ വകുപ്പ് പറയുന്നത് കോർപ്പറേഷൻ നടത്തുന്നത് 9 ഡയറക്ടർമാർ അടങ്ങിയ ബോർഡാണ്. അവരിൽ കുറഞ്ഞത് ചിലർ കോർപ്പറേഷൻ അംഗങ്ങളായിരിക്കണം. അതിൽ ചിലർ പ്രത്യേക ട്രസ്റ്റി വിഭാഗത്തിൽ പെടണം. ഡയറക്ടർമാരെ വർഷം തോറും അംഗങ്ങൾ തെരഞ്ഞെടുക്കുന്നു. ഒരാൾക്ക് തുടർച്ചയായി 4 കാലാവധിയിലധികം ഡയറക്ടറായി തുടരാൻ സാധിക്കുകയില്ല. പ്രസിഡന്റ് അല്ലെങ്കിൽ അംഗം പ്രസിഡന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ മാത്രമേ അതിന് ഈ കാര്യത്തിൽ ഒഴിവുള്ളൂ. ഡയറക്ടറെ നീക്കം ചെയ്യാൻ ബോർഡിന്റെ 75% വോട്ട് കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും 75% വോട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്താക്കാം. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ആർട്ടിക്കിൾ 3